പൃഥ്വിരാജ് പ്രണയിച്ച നായികമാർ വോളിയം 2. എം പത്മകുമാർ ഡയറക്റ്റ് ചെയ്ത മാർഗം എന്ന സിനിമയിൽ പൃഥ്വിയുടെ സോളമൻ ജോസഫ് രേണുക മേനോന്റെ നദിയയെ പ്രണയിക്കുകയായിരുന്നു. തുടർന്ന് ലാൽ ജോസ് ഡയറക്റ്റ് ചെയ്ത ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിൽ പൃഥ്വിയുടെ സുകുമാരൻ കാവ്യ മാധവന്റെ താരാക്കുറുപ്പിനെ പ്രണയിച്ചു. തുടർന്ന് എം പത്മകുമാർ ഡയറക്റ്റ് ചെയ്ത വാസ്തവം എന്ന സിനിമയിൽ പൃഥ്വിയും കാവ്യയും തമ്മിലായിരുന്നു പ്രണയം. ഇതിനിടയിൽ തമിഴിൽ ഭാഗ്യരാജ് ഡയറക്റ്റ് ചെയ്ത പാരിജാതം എന്ന സിനിമയിൽ പൃഥ്വിയുടെ ശ്രീധർ ശരണ്യ ഭാഗ്യരാജിന്റെ സുഭദ്രയുമായി പ്രണയത്തിലായി. തുടർന്ന് എം എ നിഷാദ് സംവിധാനം ചെയ്ത പകൽ എന്ന സിനിമയിൽ രാജുവിന്റെ നന്ദകുമാർ ജ്യോതിർമയിയുടെ സെലീനയെ പ്രണയിച്ചു. തുടർന്ന് വിനു ആനന്ദ് ഡയറക്റ്റ് ചെയ്ത ഒരുവൻ എന്ന സിനിമയിൽ രാജുവിന്റെ ജീവൻ മീര വാസുദേവിന്റെ ജയയെ പ്രണയിച്ചു. തുടർന്ന് തുളസിദാസ് ഡയറക്റ്റ് ചെയ്ത അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയിൽ രാജു പ്രണയിച്ചത് ദേവികയെ ആയിരുന്നു. തുടർന്ന് ബിപിൻ ഭാസ്കർ സംവിധാനം ചെയ്ത കാക്കി എന്ന സിനിമയിൽ രാജുവിന്റെ ഉണ്ണികൃഷ്ണൻ പ്രണയിച്ചത് ചന്ദ്രലക്ഷ്മണനെ ആയിരുന്നു. തുടർന്ന് കുക്കു സുരേന്ദ്രൻ സംവിധാനം ചെയ്ത വീരാളിപ്പട്ട് എന്ന സിനിമയിലാണ് പൃഥ്വിരാജ് പ്രണയിച്ചത്. വീരാളിപ്പട്ടിൽ പൃഥ്വി പ്രണയിച്ചത് പത്മപ്രിയയെ ആയിരുന്നു. തുടർന്ന് കെ മധു ഡയറക്റ്റ് ചെയ്ത നദിയ കൊല്ലപ്പെട്ട രാത്രി എന്ന സിനിമയിൽ കാവ്യ മാധവന്റെ നദിയ മേത്തറയാണ് രാജു പ്രണയിച്ചത്. തുടർന്ന് ഷാഫി ഡയറക്റ്റ് ചെയ്ത ചോക്ലേറ്റ് എന്ന സിനിമയിൽ റോമയെയാണ് രാജു പ്രണയിച്ചത്. തുടർന്ന് തമിഴിൽ മൊഴി എന്ന സിനിമയിൽ രാജുവിന്റെ കാർത്തിക് ജ്യോതികയുടെ അർച്ചനയെ പ്രണയിക്കുകയായിരുന്നു. തുടർന്ന് കങ്കാരു എന്ന സിനിമയിൽ പൃഥ്വി പ്രണയിച്ചത് കാവ്യ മാധവനെയാണ്. തുടർന്ന് വൺ വേ ടിക്കറ്റ് എന്ന സിനിമയിൽ പൃഥ്വി പ്രണയിച്ചത് ഭാമയെയായിരുന്നു. തുടർന്ന് മധുപാൽ ഡയറക്റ്റ് ചെയ്ത തലപ്പാവ് എന്ന സിനിമയിലാണ് രാജു പ്രണയിച്ചത്. തലപ്പാവിൽ രാജുവിന്റെ നക്സൽ വർഗീസ് പ്രണയിച്ചത് ധന്യ മേരി വർഗീസിനെയായിരുന്നു. തുടർന്ന് രഞ്ജിത്തിന്റെ തിരക്കഥ എന്ന സിനിമയിൽ പ്രിയാമണിയുടെ മാളവികയുമായി രാജുവിന്റെ അക്ബർ അഹമ്മദ് പ്രണയിക്കുകയായിരുന്നു. തുടർന്ന് ലോലിപോപ്പ് എന്ന സിനിമയിൽ ഭാവനയുമായി പ്രണയത്തിലാവുകയായിരുന്നു പൃഥ്വിരാജ്. തുടർന്ന് നമ്മൾ തമ്മിൽ എന്ന സിനിമയിൽ ഗീതു മോഹൻദാസിനെയാണ് രാജു പ്രണയിച്ചത്. തുടർന്ന് കലണ്ടർ എന്ന സിനിമയിൽ രാജു നവ്യ നായരെ പ്രണയിച്ചു. വീണ്ടും ദീപൻ ഡയറക്റ്റ് ചെയ്ത പുതിയ മുഖം എന്ന സിനിമയിൽ പ്രിയാമണിയെ പ്രണയിക്കുകയായിരുന്നു പൃഥ്വിരാജ്. തുടർന്ന് ജോഷി സംവിധാനം ചെയ്ത റോബിൻഹുഡിൽ ഭാവനയെയാണ് രാജു പ്രണയിച്ചത്. തുടർന്ന് കേരള കഫേയിലെ ഐലൻഡ് എക്സ്പ്രസിൽ രാജു കനിയുമായി പ്രണയത്തിലായി. ഇതിനിടയിൽ രാജ് നായർ ഡയറക്റ്റ് ചെയ്ത പുണ്യം അഹം എന്ന സിനിമയിൽ പൃഥ്വിരാജ് പ്രണയിച്ചത് സമൃദ്ധ സുനിലിനെയായിരുന്നു. പൃഥ്വിരാജിന്റെ പ്രണയലീലകൾ തീരുന്നില്ല. പൃഥ്വിരാജ് പ്രണയിച്ച നായികമാർ വോളിയം 3 തുടരും.